കുറച്ച് നാൾ മുന്നേ ഞാൻ എനിക്ക് തന്നെ കൊടുത്തൊരു ചലഞ്ചായിരുന്നു. ഏകദേശം 6 മാസം എടുത്തിട്ട് എന്റെ ബോഡി എനിക്കൊന്ന് സെറ്റാക്കി എടുക്കണമെന്ന്. ആ ഒരു ചലഞ്ച് തുടങ്ങുന്ന ടൈമില് എനിക്ക് ഏകദേശം 101 കിലോ ഉണ്ടായിരുന്നു. സോ ഇപ്പോഴത്തെ എന്റെ കറന്റ് വെയിറ്റ് എന്ന് പറയുന്നത് 90നും 89നും ഇടയിൽ നിൽക്കുന്ന ഒരു കിലോ ആണ്. സോ ഇതിന്റെ ഇടയിൽ ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ആകാശിനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെയിനർ ആയിട്ടുള്ള അപ്പൂസിനും. ഇവർ രണ്ടുപേരും കാരണമാണ് ഞാൻ ഈ ഒരു ലെവൽ എത്തിയത്. ഇതിന്റെ ഇടയിൽ ആദ്യത്തെ ഡയറ്റ് ഫോം ഞാൻ കുറച്ച് നാൾ ഒരു 96 കിലോ വരെ ആ ഒരു ഡയറ്റ് ഫോം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം വേറൊരു ഡയറ്റും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഞാനൊന്ന് വെയിറ്റ് കുറഞ്ഞിട്ട് വീണ്ടും ഒന്ന് കൂടുകയുണ്ടായി. എഗ് ഡയറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തു. മുട്ട മാത്രമായിരുന്നു എന്റെ ആഹാരം. എഗ് ഡയറ്റ് എടുത്തിട്ട് ഇപ്പൊ 4 ദിവസമായി കേട്ടോ. 4ാമത്തെ ദിവസമാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഈ 4ാമത്തെ ദിവസം ഞാനിപ്പോ വന്നിരിക്കുന്നത് 4 കിലോ കുറഞ്ഞിട്ടുണ്ട്. സോ ഈ 89 കിലോയില് ഞാൻ എഗ് ഡയറ്റ് എടുത്തിട്ടാണ് വന്നത്. എഗ് ഡയറ്റ് എന്ന് പറയുന്നത് 3 നേരം മുട്ട മാത്രം. ലാസ്റ്റ് ഇതിന്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ലഘു ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കും. അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ ചോറ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി പോയതാണ്. എന്റെ ശരീരപ്രകൃതം അനുസരിച്ച് ഞാൻ കുറച്ച് സാധനം കഴിച്ചാൽ പോലും എന്റെ ശരീരം നല്ലോണം പിടിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എഗ് ഡയറ്റ് ഫോളോ ചെയ്തു. എനിക്ക് ഇത് തുടങ്ങുന്ന ടൈമില് ഈ 4 ദിവസം വരെ ഞാൻ ചോറെന്ന് പറയുന്ന സാധനം തൊട്ടിട്ടില്ല. എഗ് മാത്രം, മുട്ട മാത്രം. രാവിലെ 3 മുട്ട, ഉച്ചയ്ക്ക് ഒരു 4 മുട്ട എടുക്കും. വൈകുന്നേരം 2 മുട്ടയും പിന്നെ അതിന്റെ കൂടെ ചെറുപയറില്ലേ അതും കൂടെ ചിക്കി അങ്ങ് എടുത്ത് അത് കഴിക്കും. സോ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ ആദ്യമേ. ഇപ്പോഴത്തെ എന്റെ കറന്റ് രൂപം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്ന് ഒരുപാട് മാറ്റം വരുത്താനുണ്ട് എനിക്ക്. എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 75 കിലോ, 70 കിലോ ആക്കണമെന്നാണ്. ചിലപ്പോ ഈ 6 മാസം എന്നുള്ളത് ഒരു ചിലപ്പോ 7 മാസം ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാക്സിമം ഞാൻ നോക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ ലിമിറ്റിനൊക്കെ ആഹാരം കഴിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ഇരുന്ന് ചലഞ്ച് ഇടുന്ന കണക്ക് ചെയ്യേണ്ടി വരും. ചലഞ്ച് ചെയ്യുന്ന ടൈമില് ഞാനിത് പൊട്ടിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് പോയി. കാരണം നാണക്കേടല്ലേ ഇത് 6 മാസത്തെ ചലഞ്ചൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒരു 6 മാസം കഴിയുമ്പം ആൾക്കാര് തന്നെ ചോദിക്കും, "അന്നിട്ട ചലഞ്ച് എന്തായി ബ്രോ" എന്ന്. അപ്പോഴത്തേക്കും ആ പഴയ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ നാണക്കേടാണ്. സോ ആ ഒരു നാണക്കേട് ഭയന്നിട്ടായിരിക്കണം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയത്. ഇനി ഒരുപാട് എത്തിക്കാനുണ്ട്. മുന്നോട്ട് പോകാനുമുണ്ട്. വഴി അറിയിക്കുക.